മലയാള സിനിമയുടെ നിർമ്മാണം വളരെ വലിയ പ്രതിസന്ധി നേരിടുകയാണെന്ന് നിർമ്മാതാവ് സുരേഷ് കുമാർ പ്രസ് മീറ്റിൽ പറഞ്ഞു വച്ചിരിക്കുന്നു. സിനിമാ നിർമ്മാണം നിന്നുപോകാൻ വരെ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മിക്ക സിനിമകളുടെയും തിയേറ്റർ കളക്ഷൻ റിപ്പോർട്ടുകളെല്ലാം വളരെ ദയനീയമാണ്. OTT പ്ലാറ്റ്ഫോമുകളുടെ വരവുകൾ മറ്റൊരു തരം സിനിമാ സംസ്കാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വർഷം ഇറങ്ങുന്ന സിനിമകളിൽ വളരെ കുറച്ച് മാത്രമാണ് നിലവാരമുള്ള സിനിമകൾ. മറ്റ് സിനിമകളെല്ലാം തന്നെ തട്ടിക്കൂട്ട് സിനിമകളായി OTTയെ ലക്ഷ്യമാക്കി ഇറങ്ങുകയാണ്. OTT പ്ലാറ്റ്ഫോം തുടക്കകാലത്ത് നല്ല വില കൊടുത്ത് സിനിമകൾ വാങ്ങിയിരുന്നു. ഇന്ന് OTTകൾ എല്ലാം തന്നെ വലിയ രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ നല്ല സിനിമകൾക്ക് മാത്രമേ നല്ല തുക നൽകുകയുള്ളൂ. ഇതൊന്നും അറിയാതെ തിയേറ്റർ ഇല്ലെങ്കിൽ OTT എങ്കിലും കിട്ടി മുതലാകും എന്ന് കരുതി തട്ടിക്കൂട്ടുന്ന സിനിമകൾ 8 നിലയിൽ പൂട്ടുന്നു. രാമൻ്റെ ഏദൻതോട്ടം എന്ന സിനിമയിൽ ജോജു ജോർജിൻ്റെ കഥാപാത്രത്തെ പോലെ സിനിമ നിർമ്മിക്കാൻ നടക്കുന്ന ഭാഗ്യാന്വേഷികൾക്ക് അവസാനം കുത്തുപാള എടുക്കേണ്ടി വരുന്നു. നമ്മൾ ഒരു സാധനം വാങ്ങിയിട്ട് അതിന് ഗുണനിലവാരമില്ലാതെ വന്നാൽ പിന്നെ ആ സാധനം വാങ്ങി കാശ് കളയാൻ മടിക്കുകയില്ലേ? അതുപോലെ തന്നെ ഇതുപോലുള്ള തട്ടിക്കൂട്ട് സിനിമകളിൽ തലവെച്ച് കൊടുക്കുന്ന സാധാരണ പ്രേക്ഷകൻ പിന്നെ തിയേറ്ററിൽ പോകാൻ മടിക്കുന്നു. കാരണം സമയനഷ്ടവും ധനനഷ്ടവും ഒഴിവാക്കി കുറച്ച് ദിവസത്തിനകം OTTയിലെത്തുമ്പോൾ കാണാം എന്ന് കരുതുന്നു. മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ കഴിയുന്ന നല്ല തിരക്കഥയുള്ള സിനിമകൾ പ്രേക്ഷകർ 2 കൈയും നീട്ടി സ്വീകരിക്കാറുണ്ട്. അത്തരം സ്ക്രിപ്റ്റുകൾ തിരഞ്ഞെടുക്കാനുള്ള സിനിമാ സെൻസ് നിർമ്മാണ രംഗത്തേക്ക് വരുന്ന ആളുകൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. മോഹൻലാലിൻ്റെ പുലിമുരുകൻ എന്ന സിനിമയുടെ വൻ വിജയത്തിന് ശേഷം മലയാള സിനിമയുടെ മാർക്കറ്റ് വലിയ രീതിയിൽ തുറന്നിട്ടുണ്ട്. എന്നാൽ ആ പാതയിലെത്തിയ പല ബിഗ് ബജറ്റ് സിനിമകളും കാലിടറി വീഴുകയാണ് ഉണ്ടായത്. നടന്മാർ സിനിമയുടെ വിജയത്തിന് ആനുപാതികമായി മാത്രം പ്രതിഫലം മേടിക്കുകയും നല്ല തിരക്കഥകൾ മാത്രം തിരഞ്ഞെടുത്ത് സിനിമയെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുള്ള നിർമ്മാതാക്കൾ സിനിമ നിർമ്മിക്കുകയും ചെയ്താൽ മാത്രമേ ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെടുകയുള്ളൂ. സിനിമാ നടൻ ജഗദീഷിനെ പോലെ മിതത്വം പാലിക്കുന്ന നടന്മാരെ കാസ്റ്റ് ചെയ്ത് സംവിധായകർക്കും മാതൃക കാട്ടാവുന്നതാണ്. എന്നും ഉയർന്ന സിനിമാ സെൻസുള്ള മലയാളി പ്രേക്ഷകരുടെ ക്ഷമ ഇനിയും പരീക്ഷിച്ചാൽ പല നിർമ്മാതാക്കളുടെയും കൈ ഇനിയും പൊള്ളുക തന്നെ ചെയ്യും.